വയലേലകളും ഉർവരമായ കൃഷിയിടങ്ങളും നിറഞ്ഞ പ്രകൃതി രമണീയതയുടെ ഈ ദൃശ്യചാരുത നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പെരുവിരുത്തി മലനട ക്ഷേത്രത്തിലാണ്. പ്രകൃതിയും മനുഷ്യനുമായുള്ള വിശുദ്ധ ബന്ധത്തിന്റെ തെളിവായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ്. ആൽത്തറമൂർത്തിയായ കൗരവമൂപ്പൻ വാഴുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്നു. ഏറെ സവിശേഷതകളും സമവാക്യങ്ങളും ഒത്തിണങ്ങിയ ഈ ക്ഷേത്രം ശക്തമായ ഒരു സാമൂഹിക കൂട്ടായ്മയുടെ പ്രതിബിംബമായി നിലനിൽക്കുന്നു. തൊട്ടുകൂടായ്മയും ആരാധനാ സ്വാതന്ത്ര്യരാഹിത്യവും നിലനിന്നിരുന്ന കാലഘട്ടത്തിലേക്കാണ് മലനട ക്ഷേത്രത്തിന്റെ ആവിർഭാവം നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. കൗരവ പാണ്ഡവ വൈരവും അതേ തുടർന്നുണ്ടായ സംഭവ പരമ്പരകളും കുരുക്ഷേത്ര യുദ്ധവുമൊക്കെ മലനടയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദുര്യോധന മഹാരാജാവിന്റെ അടുത്ത അനുയായിയായിരുന്ന ഭാരതമലയൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മലനടയിലെത്തിയെന്നും ഏക്കർ കണക്കിന് ഭൂമി കൈവശപ്പെടുത്തിയെന്നും അവ ദുര്യോധന മഹാരാജാവിന്റെ പേരിൽ പട്ടയം പിടിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇടക്കാട്ടുകരയിൽ 941 നമ്പർ പുരയിടവും 250 പറ നെൽവയലും ഉള്ളതായി രേഖയുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ആത്മരക്ഷാർത്ഥം മലനട പ്രദേശത്തെത്തിയ ഭാരതമലയനോടൊപ്പം ഉറ്റവരും ഉടയവരുമായി ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നുവെന്നും കടുത്താഞ്ചേരി കുടുംബത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ദുര്യോധനൻ ഉപയോഗിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന ഗദയും ചൂതുപലകയുമൊക്കെ ഇവിടെ കാണാൻ കഴിയും. മലനടയിലെ കാർമ്മികൻ ഊരാളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കടുത്താശ്ശേരി തറവാട്ടിലെ അംഗമായിരിക്കും ഊരാളി. കടുത്താശ്ശേരി തറവാട്ടിലെ സഹോദര കുടുംബങ്ങളായ കാപ്പിശ്ശേരി, വിളയിലഴകത്ത്, നെല്ലിക്കുന്നത്ത്, ചെറുതാഴത്ത് എന്നിവിടങ്ങളിലെ ആൺമക്കളിൽ നിന്നും മൂപ്പും ആത്മാർത്ഥതയും പരിഗണിച്ചാണ് ഊരാളികളെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി കുഞ്ഞു കുഞ്ഞു ഊരാളിയാണ് ഇവിടുത്തെ കാർമ്മികൻ. മരുമക്കത്തായ സമ്പ്രദായത്തിലാണ് കാർമ്മികരെ തിരഞ്ഞെടുക്കുന്നത്. 50 വർഷത്തോളം ഊരാളിയായിരുന്ന അയ്യപ്പൻ ഊരാളിയുടെ സഹോദരി പുത്രനാണ് ഇപ്പോഴത്തെ ഊരാളിയായ കുഞ്ഞുകുഞ്ഞ്. ഭക്തനും കാർമ്മികനും കൈകോർത്ത് നീങ്ങുന്ന ഈ ചിത്രം ഒരുപക്ഷെ ഇവിടെ മാത്രമേ കാണുവാൻ കഴിയൂ. ദുര്യോധന ക്ഷേത്രത്തിലെ പൂജാരിയെ ഊരാളി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്താണ് ഈ ഊരാളി സങ്കല്പം? അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരികൾക്ക് കിട്ടിയ സ്ഥാനപ്പേരാണ്. എന്നുവെച്ചാൽ ഊരിൻ്റെ അവകാശിയാണ് ആരാണോ അയാളാണ് ഊരാളി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി കാലം തൊട്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങളും മറ്റ് പൂജകളും നടത്തുന്നവർ അല്ല ആ ഒരു പ്രത്യേക കുടുംബത്തിനായതുകൊണ്ട് തന്നെ അവരെ ഊരിൻ്റെ അവകാശികളായി കണക്കാക്കപ്പെടുകയും അവരെ ഊരാളിയായിട്ട് ഇന്നും നിലനിർത്തി പോരുന്നു. നിലവിലുള്ള ഊരാളി എത്ര വർഷമായി ഇവിടെ പൂജ കഴിക്കുന്നു? അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹം ഏകദേശം ഈ ക്ഷേത്രത്തിൽ 80 വർഷത്തോളം ഊരാളിയായിട്ടിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന ഊരാളി 15 വർഷം മാത്രമാകുന്നുള്ളൂ. 80 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ 15 വർഷം കൊണ്ട് അദ്ദേഹം പൂജ നടത്തുന്നത്. ഊരാളിയെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? ഊരാളിയെ പ്രധാന പൂജാരിയെ തിരഞ്ഞെടുക്കുന്നതും മറ്റു ക്ഷേത്രങ്ങളിലെ സഹപൂജാരികളെ തിരഞ്ഞെടുക്കുന്നതും മരുമക്കത്തായ അവസ്ഥയിലാണ്. എന്നുവെച്ചാൽ അനന്തരവർക്കാണ് ഇതിൻ്റെ അവകാശം. കടത്താഞ്ചേരി കുടുംബത്തിന് എന്താ ക്ഷേത്രത്തിൻ്റെ ആദ്യ ക്ഷേത്രം എന്ന രീതിയിൽ തന്നെ പറയുന്ന കടത്താഞ്ചേരി കുടുംബത്തിന് തന്നെ അത് മക്കത്തായ വഴിയല്ല മരുമക്കത്തായ വഴിയാണ് അവകാശങ്ങൾ. കള്ള് കൊണ്ടുവരുന്നതിന് മാത്രമല്ല കലശം കൊണ്ടുവരുന്നതിന് മാത്രമാണ് ഒരു കുടുംബത്തിനുള്ള അവകാശം. മറ്റ് പൂജകളെല്ലാ ഈ ക്ഷേത്രങ്ങളും ഒരു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളും പൂജ നടത്തുന്നത് ക്ഷേത്രത്തിലെ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതായത്
കടത്താഞ്ചേരി കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഈ പൂജാക്രമങ്ങളിൽ പ്രത്യേകതകളുണ്ടോ? എന്തൊക്കെയാണ് പ്രത്യേകത? പൂജാക്രമങ്ങളിൽ തന്നെ അതിന് പ്രത്യേകതയുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിൽ പെടുന്നതാണ് നമ്മുടെ കാർഷിക വിളയായ നെല്ല് കൊണ്ടുവന്ന് ഇടിച്ച് അവലും മലരും ഒക്കെ ആക്കി കൊണ്ടുവരുന്ന പൂജയുണ്ട്. അത് വർഷത്തിൽ 2 പ്രാവശ്യം നടക്കാറുണ്ട്. അതുപോലെ തന്നെ കാർഷിക വിളകളായ കാച്ചില, ചേന, നേന്ത്രക്കൊല ഇവ ചുട്ടുപൂജയുണ്ട്. പിന്നെ കരിക്ക് പൂജയുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉപക്ഷേത്രമായ കിഴക്കേഭാഗം ക്ഷേത്രത്തിൽ തന്നെ അവിടുത്തെ പ്രധാന പൂജയാണ് 101 പിണ്ടി വിളക്കും 101 ഇലയിലെ അവൽ പൂജയും.